അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു നമ്പർ സീക്വൻസിൻ്റെ അടുത്തടുത്ത രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ഒന്നാണെങ്കിൽ ആ സീക്വൻസിനെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന് എക്സാമ്പിളാണ് 4, 9, 14, 19, 24 എക്സെട്ര. ഈ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആകാൻ കാരണം എന്ന് പറയുന്നത് ഇവിടെ ഏത് രണ്ട് അടുത്തടുത്ത ടേംസ് എടുത്താലും അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. 9 നിന്ന് 4 കുറച്ചാൽ 5, 14 നിന്ന് 9 കുറച്ചാൽ 5, 19 നിന്ന് 14 കുറച്ചാൽ 5, അങ്ങനെ. നമുക്കടുത്തത് ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്കൊരു AN തന്നിട്ടുണ്ട്. ആ ANൽ നിന്ന് ആദ്യത്തെ 5 ടേം കണ്ടുപിടിച്ചിട്ട് അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള AN എന്ന് പറയുന്നത് AN = 1 + n - 1 × 4. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള AN. ഈ ANലേക്ക് 1, 2, 3, 4 ഇവ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടേംസ് A1 1, A2 5, A3 9, A4 13, A5 17. നമുക്ക് കിട്ടിയ ഈ ടേംസ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. അതായത് 5ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 4, 9ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 4, അങ്ങനെ. അതുകൊണ്ട് ഇത് നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എന്ത് ടേം കാണാനുള്ള ഒരു ഇക്വേഷൻ എങ്ങനെ ആണെന്ന് നമുക്ക് നോക്കാം. AN എന്ന് പറയുന്നത്, അതായത് എന്ത് ടേം AN = DN + C. ഇവിടെ D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസും C എന്നത് A1 - D എന്നതുമാണ്. C എന്ന് പറയുന്നത് A1 - D, അതായത് ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന നമ്പർ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് 2, 8, 14, 20, 26 എക്സെട്ര. ഈ സീക്വൻസിൻ്റെ എന്ത് ടേം കണ്ടുപിടിക്കണം. മുകളിൽ പറഞ്ഞ AN = DN + C ഇക്വേഷൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ A1 എന്ന് പറയുന്നത് 2, D എന്ന് പറയുന്നത് 6, C എന്ന് പറയുന്നത് -4. ഈ -4 കിട്ടിയത് ഫസ്റ്റ് ടേം 2ൽ നിന്ന് കോമൺ ഡിഫറൻസ് 6 കുറയ്ക്കുമ്പോഴാണ് -4 കിട്ടുന്നത്. ആണെങ്കിൽ ഇവിടുത്തെ എന്ത് ടേം എന്ന് പറയുന്നത് 6n - 4. അടുത്തതായി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് 4ഉം ഫസ്റ്റ് ടേം 15 ആണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ എന്ത് ടേമും കണ്ടുപിടിക്കണം. അതിൻ്റെ ആദ്യത്തെ 5 ടേമും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് AN കണ്ടുപിടിക്കാൻ DN + C എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഇക്വേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ AN എന്ന് പറയുന്നത് 4n + 11 കിട്ടും. ശേഷം നമുക്ക് ആ ഇക്വേഷനിലോട്ട് 1, 2, 3 അങ്ങനെ 5 വരെ ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യത്തെ 5 ടേം 15, 19, 23, 27, 31 എന്നിങ്ങനെ കിട്ടും. അടുത്തതായി നമുക്ക് അരിത്തമെറ്റിക് മീൻ എന്താണെന്ന് നോക്കാം. A1ൻ്റെയും ANൻ്റെയും അരിത്തമെറ്റിക് മീൻസ് എന്ന് പറയുന്നത് A1ൻ്റെയും ANൻ്റെയും ഇടയിലുള്ള എല്ലാ ടേംസിനെയുമാണ് അതിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ A1ൻ്റെയും A5ൻ്റെയും അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് A2, A3 ആൻഡ് A4 ആയിരിക്കും. രണ്ട് നമ്പേഴ്സിൻ്റെ അരിത്തമെറ്റിക് മീൻ അഥവാ മീൻ എന്ന് പറയുന്നത് ആ രണ്ട് നമ്പറിൻ്റെയും ആവറേജ് ആയിരിക്കും. നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 8 - 7 ഈ രണ്ട് നമ്പറിൻ്റെ ഇടയിലുള്ള 4 അരിത്തമെറ്റിക് മീൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം 8 എന്നും ആറാമത്തെ ടേം നമുക്ക് -7 എന്നും എടുക്കാം. അങ്ങനെയാണെങ്കിൽ ആറാമത്തെ ടേം എന്ന് പറയുന്നത് 8 + 5D ആയിരിക്കും. അതെന്ന് പറയുന്നത് -7. അതിൽ നിന്ന് നമുക്ക് D എന്ന് പറയുന്നത് -3 കിട്ടും. അപ്പോൾ നമുക്ക് അരിത്തമെറ്റിക് മീൻസ് എന്ന് പറയുന്നത് 5, 2, -1 ആൻഡ് -4 ആയിരിക്കും ആൻസർ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തതെന്ന് പറയുന്നത് അരിത്തമെറ്റിക് സമ്മാണ്. അരിത്തമെറ്റിക് സമ്മ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും 2 ഫോർമുലയാണ് ഉള്ളത്. ഒന്നാമത്തെ ഫോർമുല SN = n × A1 + AN/2. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് n/2 × 2A + n - 1 × D.
ഇവിടെ എ അഥവാ A1 എന്ന് പറയുന്നത് ആദ്യത്തെ ടേം, AN എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം അല്ലെങ്കിൽ nth ടേം, D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. അടുത്തതായി നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് പോകാം. പ്രോബ്ലം എന്ന് പറയുന്നത് 5, 9, 13, 17 എക്സെട്ര ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ 10 ടേമിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് ഇക്വേഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? A1 എന്ന് പറയുന്നത് 5, D എന്ന് പറയുന്നത് 4. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് Sn = n/2 × 2A1 + n-1 × D. ഈ ഇക്വേഷനിൽ A1ഉം Dയും അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 230 എന്ന് കിട്ടും.